നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ സൂക്ഷിച്ചുകൊള്ളുക. ഞങ്ങൾക്കുള്ള അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് നിങ്ങളോട് കെഞ്ചി പറയുകയാണ്. നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊള്ളുക. ഇപ്പോൾ അവയവ കച്ചവടങ്ങൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് അവയവ കച്ചവടം നടക്കുന്ന ഹോസ്പിറ്റലുകളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട. ED ഒക്കെ വരുന്ന സമയമാണ്. അങ്ങനെ തന്നെ ഒരു അന്വേഷണം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം. പല കൊള്ളത്തെ പൈസ എത്ര രൂപ വാങ്ങിക്കോട്ടെ, എന്നാലും അവിടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള വെച്ചാൽ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നീ ബൈസ്റ്റാൻഡറെയോ രോഗിയോടോ സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് എടുക്കാൻ പാടുള്ളൂ. എടുത്താൽ ആ അവയവം തിരിച്ചേൽപ്പിക്കണമെന്ന് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാണ്. ആ അവയവം തിരിച്ച് ആ വ്യക്തിയെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആ അവയവം ഒരു മറിച്ച് വിറ്റായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ധനത്തിന് വേണ്ടിയല്ല. അവർ ധനം ഉദ്ദേശിച്ചാണെങ്കിൽ അങ്ങനെ അവർ കണക്കാക്കോട്ടെ. ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങളുടെ കണ്ണിൽ തന്നാൽ മതി, കണ്ണ് വെച്ച് തന്നാൽ മതി. കാഴ്ചയുള്ള കണ്ണ് വെച്ച് ആവുമെങ്കിൽ ഇത് രണ്ടിനും ഒന്ന് അവർ ചെയ്യണം. ചെയ്യുന്നിടം വരെ എന്ത് നിയമ പോരാട്ടം ചെയ്യും. ഇതെല്ലാം രേഖകളാണ് മൊത്തം. പ്രധാന രേഖകൾ മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഞങ്ങളുടെ തന്നെ. അതല്ല അവർ തന്നതുകൊണ്ട് അതിൽക്കൊണ്ട് കിംസിൽ തന്ന പേപ്പറാണ്. ഇതെല്ലാം ഓരോരുത്തർക്ക് പരാതി കൊടുത്തതിൻ്റെ എല്ലാം ഉണ്ട്. സകലതും ഉണ്ട്, പണ്ടുള്ളതും മിൽപ്പടുള്ളതും എല്ലാം ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ദൂരാവശ്യം കൊടുത്തു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അയച്ച് രജിസ്റ്റേർഡ് അയച്ചനൊക്കെ അക്നോളജ്മെന്റ് പോലും തിരിച്ചു വന്നില്ല. പക്ഷേ 15-ാം തീയതി അയച്ച് 17-ാം തീയതി അവിടെ കൈപ്പറ്റിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണ്, ഞങ്ങളുടെ കേസിൻ്റെ കാര്യം എന്തുവരെ ആയി, എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതിന് മറുപടി പോലും തന്നിട്ടില്ല.